ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മൽമസിയ. അപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ പേരെന്തപ്പാ? നീഡിൽ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. എന്താണ് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. എന്താണ് സാധനം എനിക്ക് തീരെ അറിയില്ല. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായി ഇലയുടെ മുകളിൽ നോക്ക് സ്റ്റോൺ വെച്ചിട്ട്. ഗൈസ് അടിപൊളി വ്യൂ ആണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇപ്പച്ചി കുറച്ച് ഷോ കറക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് ഷോ കറക്കി. പിന്നെ അങ്ങനെ നടന്ന് പോവുകയാണ് ഗായ്സ്. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അത്യാവശ്യം പൊളിയായിരുന്നു. ഇനിയും കുറേ നടക്കാനുണ്ട്. വിചാരിക്കണ മാതിരിയല്ല. ഇപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ബരൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ നേരെ നടന്നു പോയി. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ പാറക്കെട്ടുകളുടെ ഉള്ളിൽ കൂടെയാണ്. കുറച്ച് കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കാണുന്നില്ലേ ആ ചുവപ്പും ആ മഞ്ഞയും? അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ കുറച്ചൊക്കെ ഡേഞ്ചറാണ്, പക്ഷേ നല്ല ഫണ്ണാണ് ഇങ്ങനെ കയറിപ്പോവാനും പിന്നെ അവിടുത്തെ വ്യൂസൊക്കെ കാണാനൊക്കെ. അങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനിലൊക്കെ എത്തി. ഉമ്മക്ക് കിതക്കുന്നുണ്ടായിരുന്നു നല്ലോണം. കാരണം കുറേ നടക്കാനുണ്ട് കുറച്ചൊക്കെ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും പൊളി. മൂന്നാറിലത്തെ തണുപ്പും എല്ലാതും കൂടിയിട്ടൊരു പ്രത്യേക രസത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. മൂന്നാർ എന്നില്ല, ഊട്ടിയാണ് തിട്ടു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഊട്ടി ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഒരു അടിപൊളി ആംബിയൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ട്രീസും എല്ലാതും കൂടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വ്യൂസ് നമ്മൾക്ക് നടന്ന് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതുമ്പോൾ പൊങ്ങി കയറൊക്കെ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും നിന്നില്ല. അങ്ങനെ ഇപ്പോൾ 2 കപ്പിൾസ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അതിനിപ്പച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഒന്നട് കാലെത്തിണ്ടെങ്കിൽ പിന്നെ ആളെ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളും കയറി. നല്ല പേടിയുണ്ടായിരുന്നു കയറുമ്പോൾ. കാരണം ഇപ്പുറത്ത് കൊക്കയാണ് ഗൈസ്. നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്ന് കാല് തന്നെയുണ്ടെങ്കിൽ കുതാഹവ ഗൈസ്. കഥ കൊക്കയാണ് ഗൈസ്. പേടിക്കണ്ട. അവിടെ അങ്ങനെ ഇപ്പച്ചി ഏതോ ഒരു പാറക്കലമ്മ കയറി നിന്നിട്ട് കുറേ ഷോറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പച്ചിക്ക് പിന്നെ അതിനൊക്കെ നല്ല ധൈര്യമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇന്നം കൂടിയും ആ പാറൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തും. എല്ലാ കുണ്ടും കുഴിയിലും ഇന്നം കൂടിയും ചാടിക്കും ഉള്ള ധൈര്യം മൊത്തം തന്നിട്ട്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മേലേക്ക് കയറുന്ന അത്ര ടാസ്കല്ല. താഴത്തേക്ക് പോകുമ്പോൾ നടക്കാനൊക്കെ ഈസിയാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഒരു കോമഡി വിക്രസ് അങ്ങനെയൊക്കെ പറയാം. ഇത് ഞങ്ങളെപ്പോഴും ചെയ്യാറുള്ളതാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞാൻ ആ ഭയാനകരമായ കാഴ്ച കണ്ടത് ഗായ്സ്. എന്താണെന്നറിയണ്ടേ? ആനപ്പിണ്ടി. ഡു യു നോ വാട്ട് ഈസ് ആനപ്പിണ്ടി? ആന വയറ്റിൽ കൂടെ ഇടണ സാധനം, ദാറ്റ് ഈസ് ആനപ്പിണ്ടി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.